ഹലോ DPDSലേക്ക് സ്വാഗതം. ഈ ഒരു ചൊവ്വാഴ്ച ബോക്സ് ഓഫീസ് ഭരിക്കുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളും ഒപ്പം കാന്താരയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് വരാൻ പോകുന്നത്. ബാൾട്ടി, മിറാഷ്, ലോക ഈ 3 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് കാന്താര പ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് ബാൾട്ടിയുടെ കണക്കുകളിലേക്ക് വരാം. ബാൾട്ടി ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിനങ്ങളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ചൊവ്വാഴ്ച 598 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 28,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 43 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നലെ ഫൈനലായിട്ട് വന്നത് 57 ലക്ഷം രൂപയോളമാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്നലെയും 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. 803 ഷോകളിൽ നിന്നായിരുന്നു അത്. 17% ഒക്യുപ്പൻസിയിൽ 37,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അവധി ദിനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സിനിമയ്ക്ക് 28,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 17% അല്ലെങ്കിൽ 17.5% ഒക്യുപ്പൻസിയിലാണ് വന്നിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 5.5 കോടിയിലേക്ക് എത്തുകയാണ്. ആദ്യ ദിനം 72 ലക്ഷം രൂപ നേടിയ സിനിമ രണ്ടാം ദിനം 92 ലക്ഷം രൂപയും മൂന്നാം ദിനം 1,10,00,000 രൂപയുമാണ് നേടിയിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗത്തിൻ്റെ ഈ ഒരു സിനിമ ഒരു ഹിറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് ഇതേപോലെ തന്നെയുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യലായിട്ട് എങ്ങും സ്ഥിരീകരണവും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. മിറാഷ് എന്ന ചിത്രമാണ്. മിറാഷ് ഇറങ്ങി 12ാം ദിനമാണ്. 12ാം ദിനമായ ഈ ഒരു ചൊവ്വാഴ്ച 204 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7,727-ഓളം ടിക്കറ്റുകൾ, അതായത് ഇന്നലത്തേനൊക്കെ ടോട്ടലായിട്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു. ഇന്ന് സിനിമയ്ക്ക് 20%-മാണ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 11,71,000-ഓളം രൂപ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവധി ദിനങ്ങളിൽ സിനിമയ്ക്ക് തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. അതായത് ഇന്ന് ഫൈനലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അതായത് 20-25 ലക്ഷം രൂപ ഈ ഒരു 12ാം ദിനം സിനിമ വരുന്നു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 6 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ സിനിമയ്ക്ക് 4,69,00,000 രൂപ കടന്നിരിക്കുകയാണ്. എന്നാലും ഈ ഒരു സിനിമയ്ക്ക് സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. ജിത്തു ജോസഫിൻ്റെ ഈ ഒരു സിനിമ ആദ്യം നെഗറ്റീവാണ് വന്നതെങ്കിൽ പിന്നീട് നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നത് അത് സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്നു. ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഒരുമിച്ച ഈ ഒരു ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു 12ാം ദിനത്തെയും കളക്ഷൻ. ഇനി വരുന്ന ദിനങ്ങളിലും സിനിമയ്ക്ക് ഇതേപോലെയുള്ള ഒരു സ്റ്റഡി കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇനി വരുന്ന റിലീസുകൾ ബാധിക്കില്ലെങ്കിൽ സിനിമ നന്നായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 271 ഷോകളായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. കാന്താരയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. കാന്താരയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നില്ല. ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് 1,10,00,000 രൂപയ്ക്ക് മുകളിലാണ് വന്നിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എങ്ങനെ ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തായാലും ആദ്യ ദിനം തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. 26ാം ദിനം 75,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരുന്നത്. 27ാം തീയതി സിനിമയ്ക്ക് 62.24K ടിക്കറ്റ്സാണ് വിറ്റുപോയിരുന്നത്. 28ാം തീയതി 92.83K ടിക്കറ്റ്സാണ് വിറ്റുപോയത്. 29ാം തീയതി വിറ്റുപോയത് 79.25 ആണ്. ഇപ്പോൾ മണിക്കൂറിൽ 5,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 3,10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ സിനിമയുടേത് വിറ്റുപോയിരിക്കുന്നു. ഇനിയും സിനിമ ഇറങ്ങാൻ 2 ദിവസം കൂടെ ബാക്കി നിൽക്കുകയാണ്. കേരളം ഏറ്റെടുത്തിരിക്കുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ഒരു തരംഗമുണ്ടാകും. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് തന്നെ സിനിമയെ അത്രത്തോളം ലിവറേജ് ചെയ്യുന്ന ഒരു ഘടകം. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഗംഭീരം അല്ലെങ്കിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള കാര്യവും എന്ന് തന്നെ പറയാം. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് ഭരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 കോടി തൊട്ട് 8 കോടിക്ക് അടുത്തേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ. മറ്റ് സ്ഥലങ്ങളിലും സിനിമയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ചൊവ്വാഴ്ച ഞെട്ടിച്ചത് വേറൊരാൾ തന്നെയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 34ാം ദിനത്തിൽ റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് കുതിച്ചു പായുന്നത്. ഇങ്ങനെ ഒരു കളക്ഷൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ദുൽഖർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ 988 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ 70,800-ഓളം ടിക്കറ്റുകളാണ് ഈ ഒരു നിമിഷം വരെ വിറ്റുപോയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ ആ ഒരു കളക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. ലോക ചരിത്രം കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സിനിമയുടെ
4-ാം ദിനത്തിൽ സാധാരണ 10-15 തൊട്ട് 25-50 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസനീയമാണ്. ഇത് അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുന്നു. ഡബിൾ മാർജിനിലേക്ക് സിനിമ കടന്നു കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 28% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്നും 18ഓളം ഹൗസ്ഫുൾ ഷോകളും 42ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്ന കണക്കുകളിൽ കാണുന്നു. അതിനൊക്കെ ഏറെ മുകളിലായിരിക്കാം അതിൻ്റെ ആ ഒരു അപ്ഡേറ്റുകൾ വരാൻ പോകുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു ചരിത്രമാണ്. സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? എന്തായാലും ഞാൻ പറയാൻ പോവുകയാണ് ആ കണക്ക്. 1,08,75,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായിട്ട് സിനിമ വന്നിരിക്കുന്നത്. ശനിയാഴ്ച നേടിയ കളക്ഷൻ ഒന്ന് നോക്കാം. 1,07,49,000 രൂപ. അതായത് സിനിമ വൈകുന്നേരം 8 മണി വരെയുള്ള കണക്കുകളിൽ 1,08,75,000 രൂപ. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്ന ചൊവ്വാഴ്ച. ഇത് സ്വപ്നങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആദ്യ വാരത്തിലായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ പോലും നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണാറില്ല എന്നുള്ളതാണ്. ഇന്ന് സിനിമയുടെ ഈ ഒരു നിമിഷത്തിൽ നിൽക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1,35 ലക്ഷം രൂപയ്ക്കിടയിലാണ്. അതായത് ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 1,70,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സിനിമ പുതിയ റെക്കോർഡാണ് തീർത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ സിനിമയായി മാറുന്നു. 50 ലക്ഷം ടിക്കറ്റുകൾക്ക് മുകളിൽ ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റുപോയത് കഴിഞ്ഞ ആഴ്ച തന്നെയാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം കിട്ടുന്നത് 65,69,000 ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. സിനിമയുടെ ഷോകളായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 47,000 ടിക്കറ്റുകളുമാണ്. എന്തായാലും 50,000 ഷോകൾ തികയ്ക്കുന്ന ആദ്യ മലയാള സിനിമയാകാൻ പോവുകയാണ് ഈ ഒരു ചിത്രം. ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻസിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് സിനിമയ്ക്ക് 104,92,00,000 രൂപ. അതായത് കുറച്ചും കൂടെ കഴിയുമ്പോൾ 105 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇതെടുത്ത് പറയാൻ, അടിവരയിട്ട് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, തുടരുമെന്ന ചിത്രത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് കണക്കുകൾ ആണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും അതന്നെ ഉറ്റുനോക്കിയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കണക്കുകളിൽ 107.19 കോടിയാണ് തുടരും നേടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ അത് സ്ഥിതിക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു, വെറും 2,19,00,000 രൂപയിലേക്ക് സിനിമ എത്തുകയാണ് ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താനായിട്ട്. എന്തായാലും ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ ആ രീതിയിൽ ഞെട്ടിക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞായറാഴ്ച വന്നത് 1,49,50,800 രൂപ. അതായത് 1,80,00,000 രൂപ കളക്ഷൻ വന്നു. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 63,87,000 രൂപ. അതായത് 85 ലക്ഷം രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നത്. 33 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സിനിമ 33 ദിനം കൊണ്ട് 112,60,00,000 രൂപ ആണ് വേൾഡ് വൈഡായിട്ട്, അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായി വന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 289,50,00,000 രൂപയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 114 കോടി കടക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ 1,20,00,000 രൂപയ്ക്ക് മുകളിലേക്ക് വന്നു. അപ്പോൾ തന്നെ 113,80,00,000 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും വരുന്ന കണക്കുകൾ കൂടി കഴിയുമ്പോൾ 114 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വെറും 4.5 കോടിയിലേക്ക് മാത്രമാണ് ഇൻഡസ്ട്രി ഹിറ്റ് ആ ഒരു കണക്കുകളിൽ വരുന്നത്. വേൾഡ് വൈഡായിട്ട് 289.5 കോടി കിട്ടിയ സിനിമ ഇപ്പോൾ 292 കോടിയിലേക്ക് എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമുള്ള കളക്ഷനിൽ സിനിമ 292ലേക്ക് എത്തും എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും അങ്ങനെ ഏകദേശം വേണ്ടത് 8 കോടി കൂടിയാണ്, അല്ലെങ്കിൽ 8.5 കോടിക്ക് താഴെയാണ് സിനിമയ്ക്ക് 300 കോടിയിലേക്ക് എത്താനുള്ള ആ ഒരു നിമിഷം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇത് അത്ഭുതം തന്നെയാണ്. ഇത് വേറെ ഒരു സിനിമയ്ക്കും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോകുന്നു. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 23.5 കോടിക്ക് മുകളിലും, കർണാടകയിൽ 14.25 കോടിക്ക് മുകളിലും, ആന്ധ്ര തെലങ്കാനയിൽ 14 കോടിക്ക് മുകളിലും, നോർത്ത് ഇന്ത്യൻ സർക്കിളിൽ 8 കോടിയിലേക്കും സിനിമ എത്തുമ്പോൾ ഇത് മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ നിമിഷങ്ങളിൽ ഒന്നായി മാറുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കൂടെ നിന്നവർക്കും ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം കൂടെ, മമ്മൂക്ക തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഫയർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പാട്രിയോട്ടിൽ ജോയിൻ ചെയ്യുന്നു അദ്ദേഹം നാളെ തൊട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.